ഇഡി റെയ്ഡ് പോലീസിനെയോ ആഭ്യന്തര വകുപ്പിനെയോ മുൻകൂറായി അറിയിച്ചില്ല എന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. തിരുവനന്തപുരത്ത് ആസൂത്രിത ആക്രമണമാണ് നടന്നത്. നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല. കേരള പോലീസ് സംയോജിതമായി ഇടപെട്ടു എന്നും രമേശ് ചെന്നിത്തല പറയുന്നു. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ള വാക്കുകളാണ് ആഭ്യന്തരമന്ത്രിയിൽ നിന്നും കേട്ടത്. ഇഡി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നെന്നോ വിശദമായ പരിശോധനകൾ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്നുവെന്നോ ഒരു വിവരവും കേരള പോലീസിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ റെയ്ഡ് തുടങ്ങിയ ശേഷം പിണറായിയിലും കോഴിക്കോടും ആളുകൾ തടിച്ചുകൂടുന്നത് കണ്ട് പോലീസ് ക്രമസമാധാനം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ പോലീസ് അവിടെ സ്വമേധയാ എത്തുകയാണ് ഉണ്ടായത്. എന്നാൽ തിരുവനന്തപുരത്ത് ആസൂത്രിതമായ ഒരു അക്രമമാണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ ഇവിടെ ബോധപൂർവമായി അക്രമം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് CPM-ന്റെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചത്. അക്രമം നടത്തിയ ആളുകളുടെ പേരിൽ കർശനമായ നടപടി ഉണ്ടാകും. നിയമം കയ്യിലെടുക്കാൻ ഒരാളിനെയും അനുവദിക്കില്ല. മണിക്കൂറുകളോളം ജനങ്ങൾക്ക് സ്വൈരജീവിതം അസാധ്യമാക്കാനുമുള്ള നീക്കം അപലപനീയമാണ്. മുഖ്യമന്ത്രി VD സതീശിനെ പുക്കി CM എന്നാണ് സോഷ്യൽ മീഡിയ വാഴ്ത്തുന്നത്. ഇന്ന് ഒരു പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹത്തിന്റെ ആംഗ്യവും അതും ഏറെക്കുറെ ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ സാധ്യതയുള്ളതാണ്. ED പരിശോധനയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതിരുന്ന VD സതീശിന്റെ മുഖഭാവങ്ങൾ. ദുരൂഹതയുണ്ട് എന്നാണ് CPM ഒക്കെ ആരോപിക്കുന്നത്. ശേഷമാണ് പിണറായിയുടെ വീട്ടിലെ ദുരൂഹതയുണ്ട് എന്നാണ് CPM ഒക്കെ ആരോപിക്കുന്നത്. ഇനി VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. കാരണം ED റെയ്ഡ്, അതിനുശേഷമുണ്ടായ സംഘർഷം, ഈ കാര്യങ്ങളൊക്കെ അതൊരു ദിനം മുഴുവൻ പറയാനുള്ളതുണ്ടെങ്കിൽ പോലും വളരെ ചുരുക്കത്തിൽ VV അരുൺ റിപ്പോർട്ടിലേക്ക്. അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഇന്നലെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറയുന്ന തൊട്ട് പിന്നാലെ മിന്നൽ നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത്. ഇന്ന് രാവിലെ 6:30 പിണറായി വിജയന്റെ മകൾ പിണറായി വിജയൻ താമസിക്കുന്ന വീടുൾപ്പെടെ 10ഓളം കേന്ദ്രങ്ങളിൽ ഒരേ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ആരംഭിച്ചു. CPM കേന്ദ്രങ്ങൾ അമ്പരന്ന് പോയ നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത്. ഈ റെയ്ഡ് തുടങ്ങുമ്പോൾ തന്നെ പിണറായി വിജയൻ ബേക്കർ ജംഗ്ഷനിൽ അദ്ദേഹത്തിന്റെ വാടക വസതിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും അതുപോലെ പിണറായിയുടെ ഭാര്യയും ചെറുമകനും അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. മുഹമ്മദ് റിയാസ് കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ 3 മണിക്കൂർ 6:30 തുടങ്ങി 9:30 വരെ CPM നേതൃത്വം കാര്യമായൊന്നും പ്രതികരിച്ചില്ല. നേതാക്കൾ ആരും പിന്തുണയുമായി പിണറായിയുടെ വീടിന് മുന്നിൽ, തിരുവനന്തപുരത്തെ വീടിന് മുന്നിൽ എത്തിയില്ല. കണ്ണൂരിലും മറ്റും ചില പ്രതിഷേധങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നു. പിന്നീട് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു പ്രസ്താവന വന്നു. വേട്ടയാടാനുള്ള ശ്രമം, പിണറായി വിജയനെ വേട്ടയാടാനുള്ള ശ്രമമെന്ന ഒരു വാർത്താക്കുറിപ്പ് വന്നു. അതിനുശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം AKG സെന്ററിൽ ചേർന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള ഗൂഢാലോചന, രാഷ്ട്രീയ വേട്ടയാടൽ എന്ന നിലപാടുമായി CPM രംഗത്ത് വന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് അത് വിശദീകരിച്ചു. തൊട്ടു പിന്നാലെ ശക്തമായ സംസ്ഥാനമൊട്ടാകെ ശക്തമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തതോടുകൂടിയാണ് ബേക്കർ ജംഗ്ഷനിലെ പിണറായിയുടെ വീട്ടിന് മുന്നിലേക്ക് CPM നേതാക്കളും പ്രവർത്തകരും ഒഴുകിയെത്തിയത്, സംഘടിച്ചെത്തിയത്. ആദ്യം തന്നെ പോലീസും DYFI പ്രവർത്തകരുമായി ചെറിയ തോതിലുള്ള സംഘർഷം ഉണ്ടായി. അതിനുശേഷം നേതാക്കൾ, MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തി പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. അതിനുശേഷം പിന്നീട് അവിടെ ഗോവിന്ദന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചു. ഒടുവിൽ റെയ്ഡ് പൂർത്തിയാക്കി ED ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോഴായിരുന്നു അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. ഏതായാലും ഈ റെയ്ഡ് CPM-നെതിരെയുള്ള, പിണറായി വിജയനെതിരെയുള്ള രാഷ്ട്രീയ നീക്കമായി തന്നെയാണ് CPM വിലയിരുത്തുന്നത്. അതിനപ്പുറത്തേക്ക് VD മോദി അതുപോലെ തന്നെ ED കൂട്ടുകെട്ടെന്ന വിമർശനവും CPM ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലെത്തിയതിന് പിന്നാലെയാണ് ഇത്തരമൊരു റെയ്ഡ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ബന്ധം കൂടി ഇതിൽ ആരോപിക്കുകയാണ് CPM.
പക്ഷേ ഇതിനെ ശക്തമായി രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. നിയമപരമായ നീക്കങ്ങളും ഉണ്ടാകും. പിണറായി വിജയനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. പിണറായി വിജയനിലേക്ക് ഇപ്പോൾ അന്വേഷണം എത്തിയിട്ടില്ലെങ്കിൽ പോലും വീണാ വിജയനിലൂടെ പിണറായിലേക്ക് എത്താനാണ് കേന്ദ്ര ഏജൻസി ശ്രമിക്കുന്ന വിലയിരുത്തലാണ് CPM-നുള്ളത്. അതുകൊണ്ട് തന്നെ തുടർന്നും ഈ നീക്കങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് ഒട്ടാകെ ഉയർന്നു വരും. ദേശീയതലത്തിൽ മറ്റ് ഇടതു പാർട്ടികളുടെയും പ്രതിപക്ഷത്തെ പാർട്ടികളുടെയും പിന്തുണ കൂടി CPM തേടും. വി അരുൺ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധങ്ങൾക്ക് അങ്ങനെ വേദിയാവുകയായിരുന്നു തലസ്ഥാനം. എന്നാലും ഇന്ന് കണ്ട കാഴ്ചകൾ അത് വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്നോളം കണ്ടിട്ടുമില്ല. കേന്ദ്രത്തിന്റെ ഒരു ഏജൻസി, അതിന്റെ ഉദ്യോഗസ്ഥർ, അതിനെ നേരിട്ട രീതി, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM. എന്നാലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.